ഹലോ ഗൈസ്, എല്ലാവർക്കും വേൾഡ് വൈറ്റി എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പേജും കാര്യമൊക്കെ ഫോളോ ചെയ്ത് തരണം. നമ്മളെ പേജും കാര്യങ്ങളും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വർഷം വന്ന പുതിയൊരു ഫോർമേഷനിൽ ഫ്ലൂയിഡ് ഫോർമേഷൻ, ആ ഒരു ലെവലിൽ നമുക്ക് അറ്റാക്കിലും അതുപോലെ തന്നെ ഡിഫൻസിലും പ്ലേയേഴ്സിനെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. ഈ ഒരു പ്രത്യേകത പലരും നല്ല രീതിക്ക് ഉപയോഗിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു കാർഡൊക്കെ കണ്ടില്ലേ, നിക്കോ സ്കോട്ട്ബർഗിൻ്റെ കാർഡിനൊക്കെ ആൾക്ക് അറ്റാക്കിൽ മാത്രമാണ് ആളുടെ പ്ലേ സ്റ്റൈൽ വരുന്നത്. പിന്നെ അവിടുന്ന് ഡിഫൻസിലേക്ക് വരുമ്പോൾ ആൾക്ക് ഉണ്ടാകുന്നില്ല, ആളുടെ അത് വരുന്നില്ല. അതിനെ മറിച്ച് നമ്മൾ ഈ ഒരു വർഷം കിട്ടിയ ഇബ്രാഹിം കൊനാറ്റയുടെ ഈ ഒരു കാർഡ് നല്ല രീതിക്ക് എന്താണ്, അറ്റാക്കിലേക്ക് വരുമ്പോൾ ആൾ ബിൽഡപ്പും ഡിഫൻസിലേക്ക് വരുമ്പോൾ ആൾ ഇതാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ ഒരു റാഫിനായിട്ട് ഈ വർഷം കിട്ടിയ ഒരു കാർഡും. ഇത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൊനാമിൻ്റെ കഴിഞ്ഞ വർഷം വന്ന കാർഡുകൾ മൊത്തം ഉണ്ടാക്കി നെർഫാക്കാതെ അങ്ങനെ നെർഫായി കളഞ്ഞ് ഈ ഒരു വർഷം മുതൽ ഈ ഒരു രണ്ട് തരം പ്ലേയിങ് സ്റ്റൈൽ വരുന്ന എപ്പിക് കാർഡുകൾക്കാണ്. പക്ഷേ ബോക്സ് ടു ബോക്സിലും ആങ്കർമാനും മാത്രമാണ് നിലവിൽ ഈ ഒരു വർഷം വന്ന അപ്ഡേറ്റിൽ ഒരു പ്രശ്നവുമില്ലാതെ അറ്റാക്കിലും ഡിഫൻസിലും നമുക്ക് ഒരുപോലെ കളിക്കാൻ പറ്റുന്നത്. നിങ്ങളിവിടെ കണ്ടില്ലേ, ഈ ഹൈലൈറ്റ് കാർഡ് മൊത്തം ഒന്നായിട്ടുണ്ട്. ആൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അറ്റാക്ക് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അവരുടെ പ്ലേ സ്റ്റൈൽ, അല്ലാത്ത വശം ബേസിക് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലെവലിലേ ഉള്ളൂ. ഈ ഒരു ഹൈലൈറ്റ് കാർഡുകൾ തന്നെ നിങ്ങൾക്ക് മൊത്തം ഞാൻ കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഹൈലൈറ്റ് ആണെന്ന് നോക്കിയാലല്ല, എപ്പിക്കിനും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കാർഡ് നെർഫാവാതെ അങ്ങോട്ട് നെർഫാക്കി കളഞ്ഞിട്ടുണ്ട് ഈ ഒരു വർഷം.